നമസ്കാരം. CPM-നും CPM-ന്റെ ഭരണകർത്താക്കൾക്കും അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ഇരുന്നവർക്കും മന്ത്രിമാർക്കും ഒക്കെ തന്നെ MLA-മാർക്കും ഒക്കെ എവിടെയാണ് പിഴച്ചത് എന്ന് ഇപ്പോൾ ഒരുപാട് സമൂഹ മാധ്യമ പേജുകളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? 2 തവണ ഭരണത്തിൽ ഏറാൻ അവസരം കിട്ടി. ഈ 2 തവണയും വേണ്ട രീതിയിലുള്ള പ്രവർത്തനം ജനകീയമായി, ഇപ്പം അഴിമതിയും സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ പാർട്ടി നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഒരു 30% 30 മുതൽ 40% വരെയെങ്കിലും ജനപക്ഷ നിലപാടുകൾ എടുത്തിരുന്നെങ്കിൽ, ജനകീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എങ്കിൽ ഇത്രയും വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ ഉണ്ടാവുകയില്ലായിരുന്നു. അതിൽ ഓരോ വ്യക്തിക്കും, ഓരോ മന്ത്രിക്കും, ഓരോ MLA-ക്കും ഒക്കെ തന്നെ പങ്കുണ്ട് എന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. അതായത് ഈ മന്ത്രിസഭയെ നിയന്ത്രിച്ചുകൊണ്ട് ഇരുന്നത്, സമ്പൂർണമായി സ്വന്തം വകുപ്പുകൾ കൂടാതെ മറ്റ് വകുപ്പുകളെ കൂടി നിയന്ത്രിച്ചുകൊണ്ട് ഇരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. സെക്രട്ടറിമാരായിട്ട് നിയമിക്കുന്നതൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. പല വകുപ്പുകളിലും മന്ത്രിമാർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ട് ഉണ്ടായി. പല ഘട്ടങ്ങളിലും അഭിപ്രായം പറയാൻ പോലും ഉണ്ടായി. വി ശിവൻകുട്ടിക്ക് പോലും ഉണ്ടായി, MP രാജേഷിനും ഉണ്ടായി എന്നൊക്കെ കേൾക്കുന്നു. മാത്രമല്ല, സമ്പൂർണമായി നിയന്ത്രണത്തിൽ, പാർട്ടി നിയന്ത്രണത്തിൽ ഭരിച്ചിരുന്ന 2 മന്ത്രിമാരാണ് വി അബ്ദുറഹ്മാനും ബഹുമാനപ്പെട്ട വീണ ജോർജും. ആരോഗ്യ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. മറ്റേത് കായിക വകുപ്പ് അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇവിടെ വീണ ജോർജ് സെക്രട്ടറിയെ കാണുമ്പോൾ, മന്ത്രിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന സജീവൻ എന്ന സഖാവ്, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് മന്ത്രി വരുന്നു. സജീവൻ സഖാവ് കാണിക്കുന്നിടത്തൊക്കെ ഒപ്പിടേണ്ട കാര്യങ്ങൾ വരുന്നു. സജീവൻ സഖാവ് പറയുന്നതിനനുസരിച്ച് മന്ത്രിയുടെ പരിപാടികൾ ഫിക്സ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. ഇങ്ങനെ വകുപ്പുകളെയും മന്ത്രിമാരെയും വകുപ്പിന്റെ പ്രവർത്തനങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചത് കൊണ്ട് ഇനി അതാത് വകുപ്പുകൾ കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള, നല്ല രീതിയിൽ ജനകീയമാക്കാനുള്ള ആ ഒരു അവസരം മന്ത്രിമാർക്ക്, പ്രത്യേകിച്ചും ആരോഗ്യ വകുപ്പിലൊക്കെ നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. അതായത് പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നിയന്ത്രിക്കുന്ന തമ്പുരാൻ ഈ മന്ത്രിസഭയെ അടക്കം വിഴുങ്ങി നിയന്ത്രിച്ചു വരികയായിരുന്നു ഈ 2 സെഷനിലും, 2 ടേൺ സർക്കാരുകളിലും എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇവർക്ക് സംഭവിച്ച ഒരു അപകടം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഇത് ഏകോപനമല്ലായിരുന്നു, നിയന്ത്രണമായിരുന്നു, തന്നിഷ്ടമായിരുന്നു, സ്വന്തം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കലായിരുന്നു, നടപ്പിലാക്കലായിരുന്നു, നിർബന്ധിച്ച് നടപ്പിലാക്കലായിരുന്നു എന്ന് വ്യാപകമായി തന്നെ സഖാക്കൾക്കിടയിലും പരാതി ഉയരുകയാണ്. അത്തരത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വലിയ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സഖാക്കൾ പോലും, ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ പോലും ഇടഞ്ഞു നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുകയും ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാർ സംവിധാനങ്ങളെയും വ്യക്തിപരമായി പലരെയും സഖാക്കളെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സംവിധാനം മാറിയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. ഇത്തരത്തിൽ ഒരു ഭരണയന്ത്രത്തെ അല്ലെങ്കിൽ ഒരു റൂളിംഗ് സിസ്റ്റത്തെ ഏറ്റവും മോശമായ രീതിയിൽ അവതരിപ്പിച്ച, അല്ലെങ്കിൽ ജനഹിതം നോക്കാതെ പ്രവർത്തിപ്പിച്ച ഒരു 2 ടേണുകൾ 10 വർഷമായിരുന്നു ഇവിടെ കടന്നുപോയത് എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും 2026-ലും 3ാം LDF സർക്കാർ അധികാരത്തിൽ ഏറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ടാകാം. അപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. ജനങ്ങളാണ് വലുത്, നാടാണ് വലുത്. നാട്ടിലെ സംവിധാനങ്ങൾ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നാട്ടിൽ ജനങ്ങൾക്ക് ഒപ്പം നിന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകാനാകൂ എന്നുള്ള കാര്യം ബംഗാളും ത്രിപുരയും ഒക്കെ പലവട്ടം കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ടും അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.